ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തുടക്കം മുതൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ആക്രമണ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉയർന്നു. കേസിൽ വീണ്ടും വലിയൊരു വഴിത്തിരിവുണ്ടായത് അന്വേഷണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയ 19 വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് വിവരം. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധന നടത്തിയത്. വിരലടയാളം പ്രതി ഷരീഫുൾ ഇസ്ലാമിന്റേതല്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി അധികൃതർ വ്യക്തമാക്കി. തുടർ പരിശോധനകൾക്കായി കൂടുതൽ വിരലടയാളങ്ങൾ അയച്ചു കൊടുത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൾ കേസിലെ യഥാർത്ഥ പ്രതിയല്ലെന്ന് പിതാവ് റോഹുൽ അമീൻ പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളിലുള്ളത് ഷരീഫുൾ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നുമാണ് പിതാവിന്റെ ആരോപണം. പതിനാറിന് പുലർച്ചെയാണ് ബാന്ദ്രയിലെ വസതിയിൽ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. നടന് 6 തവണ കുത്തേൽക്കുകയും കത്തി മുറിഞ്ഞ് ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൾ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. റിമാൻഡ് അപേക്ഷയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, News 18.